പ്രിയ അച്ഛ, മാതൃവേദി അംഗങ്ങളെ, പരിശുദ്ധ മറിയത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ പാഠങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് മമ്മി പറഞ്ഞു തന്ന വാക്കുകളാണ്. യേശുവിൻ്റെ അമ്മയാണ്, ജനനിയാണ്. അമ്മയോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ വേഗം സാധിച്ചു കിട്ടും. അമ്മ മകനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ മകനെ തള്ളിക്കളയാൻ പറ്റില്ല. അതിനാൽ പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു പരിശുദ്ധ മറിയവും ജപമാലയും. മറിയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃകയാണ്. ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് നസ്രായേലിലെ ഒരു എളിയ കന്യകയായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് മറിയത്തിൻ്റെ വാക്കുകൾ ഒരു സംശയവും കൂടാതെ ദൈവ തിരുമനസ്സിന് വഴങ്ങാനുള്ള അനുസരണമായിരുന്നു, വിനയമായിരുന്നു. എന്തിനും ഏതിനും സംശയം പ്രകടിപ്പിക്കുന്ന പുതുതലമുറ അറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു പാഠമാണ് വിനയവും അനുസരണയും. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഉദാഹരണമാണ്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ തുടങ്ങി കാൽവരിയിലെ കുരിശിൽ ചുവട്ടുവരെ മറിയം തൻ്റെ പുത്രനോടൊപ്പം സഹിച്ചു. ഒരമ്മയ്ക്ക് മാത്രം കഴിയുന്ന സഹനമായിരുന്നു അത്. ദൈവത്തിൻ്റെ അമ്മയായി ഉയർത്തപ്പെട്ടപ്പോഴും അവൾ ഒരിക്കലും അഹങ്കരിച്ചില്ല. അഹങ്കാരവും സ്വാർത്ഥതയും വെടിഞ്ഞ് വിനയത്തോടെ ലാളിത്യത്തോടെ ജീവിക്കാൻ മേരി നമുക്ക് മാതൃകയായിരുന്നു. അടുത്തതായി മറിയം വിശ്വാസത്തിൻ്റെ ശക്തി പഠിപ്പിക്കുന്നു. പല കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരിക്കലും മറിയം ദൈവത്തിൽ നിന്ന് അകന്നില്ല. ഉള്ളതിൽ അവൾ സംതൃപ്തയായിരുന്നു. തൻ്റെ മകനോടുള്ള സ്നേഹത്താൽ വീർപ്പുമുട്ടുമ്പോഴും അവൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ചു. ചെറിയ ദുഃഖങ്ങളിൽ പോലും ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ നാം ഓർക്കണം പരിശുദ്ധ അമ്മയുടെ സഹനവും വിശ്വാസവും. മറിയം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി. സഹായം ആവശ്യമുള്ളവരെ സഹായിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ കുടുംബത്തോട് കരുണ തോന്നിയ അമ്മ, ഏലീശാമ്മ ഗർഭിണിയായപ്പോൾ അവളെ കാണാൻ ചെന്ന അമ്മ, അമ്മയുടെ ചിത്രം ലൂക്കായുടെ സുവിശേഷത്തിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. മറിയം എന്ന വാക്ക് ഹീബ്രു പദമായ മിറിയം, ദുഃഖത്തിൻ്റെ കണ്ണുതുള്ളി എന്നാണ്. അവസാനമായി മറിയം നമ്മെ സഹനവും ധൈര്യവും പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. പരിശുദ്ധ മറിയത്തെ മാതൃകയായി സ്വീകരിച്ച് ഓരോരുത്തർക്കും സ്നേഹം, സേവനം, വിനയം, അനുസരണ, ലാളിത്യം, വിശ്വാസം എന്നിവ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.